ഹായ്, ഇത് സോപ്പ് പൊടി ഉണ്ടാക്കുന്ന കിറ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 310 രൂപയാണ്. ഇതുപയോഗിച്ച് നമുക്ക് 5 കിലോ വരെ ഉണ്ടാക്കാം. വീട്ടിൽ തന്നെ നമുക്ക് നല്ല അടിപൊളി സോപ്പ് പൊടി ഉണ്ടാക്കാം. ഈ സ്ലറിയും ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. ഇതുപയോഗിച്ചാണ് നമ്മൾ സോപ്പിൻ്റെ പൊടി ഉണ്ടാക്കുന്നത്. ഇത് ഈ കിറ്റിലുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. ചെറിയ ചെറിയ പാക്കറ്റിലായിട്ട് കുറേ സാധനം കാണുന്നുണ്ട്. ഇതിലൊന്നും പേരൊന്നും എഴുതിയ കാണുന്നില്ല. ഓരോരോ സാധനം ഇതിൽ കാണുന്നുണ്ട്. അടിപൊളിയായ സോപ്പിൻ്റെ പൊടിയാണ്. ആക്കി നോക്കിയപ്പം കിട്ടിയത് നല്ല സൂപ്പറാണ്. പിന്നെ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം എടുക്കുക. പിന്നെ ഇത് അലക്കുകാരാണ്. അലക്കുകാരിട്ട് അതിലേക്ക് സ്ലറി നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കാം. സ്ലറി ഒഴിക്കുമ്പോൾ തന്നെ കാണാം ഈ മിശ്രിതം ഇങ്ങനെ പതഞ്ഞ് പൊങ്ങുന്നതായിട്ട് കാണാം. നല്ല ചൂടുണ്ടാവും. ഇത് തണിയാനായിട്ട് വെക്കണം അരമണിക്കൂർ. അതിന് ശേഷമാണ് ഈ പാക്കറ്റ് ഇടുന്നത്. ഈ പാക്കറ്റിലുള്ള പൊടിയും നമുക്കിത് ഇടാം. പിന്നെ ബാക്കി ഓരോന്നോരോന്നായിട്ട് ഇടുക. ബാക്കി ഉപ്പ്, ഇത് ഉപ്പാണ്. 1 കിലോൻ്റെ അടുത്ത് ഉപ്പും കൂടി ചേർത്ത് പിന്നെ ആ ചെറിയ ചെറിയ പാക്കറ്റിലുള്ള എല്ലാ പൗഡറും ഇതിലേക്ക് നമുക്ക് ഇട്ട് നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നതാണ് നല്ല സോപ്പിൻ്റെ പൊടിയായിട്ട് വരിക. പിന്നെ ഇതിലെ കട്ടകളെല്ലാം പോക്കി കൈ കൊണ്ട് ഉടച്ചിട്ട് വേണം ഈ സോപ്പിൻ്റെ പൊടി തയ്യാറാക്കേണ്ടത്. എല്ലാ പാക്കറ്റും പൊട്ടിച്ച് അതിൽ ചേർക്കുക. ഇതിൻ്റെ ഒന്നും പേരൊന്നും അതിലെഴുതാത്തതുകൊണ്ട് എനിക്കറിയില്ല. ഇനി ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്യണം. കൈ കൊണ്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് മിക്സ് ചെയ്യണം. ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഞാനിത് ഉപയോഗിച്ച് നോക്കി. നല്ല സോപ്പിൻ്റെ പൊടിയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടും നല്ല ഗുണനിലവാരമുള്ള സോപ്പിൻ്റെ പൊടി തന്നെയാണ്. അത് 100% ഉറപ്പാണ്. പിന്നെ ഇത് നല്ലോണം മിക്സ് ചെയ്യണം. ഈ മിക്സ് ചെയ്യാൻ ഈ പാത്രം പോരാത്തത് കൊണ്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ ഇത് സോപ്പിൻ്റെ പൊടി ഇട്ട് നല്ലോണം മിക്സാക്കി കയ്യിൽ കട്ടയെല്ലാം നീക്കി നല്ല സോപ്പിൻ്റെ പൊടിയാക്കിയിട്ട് എടുത്തിന്. ഇനി ഇതിൻ്റെ വെയിറ്റ് നോക്കണം എത്രയുണ്ട് എന്നുള്ളത്. 5 കിലോ. ഇതാ വെയിറ്റ് 5 കിലോ ഉണ്ട്. ഓക്കെ.